ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇടിയപ്പവും പൊട്ടറ്റോ സ്റ്റൂവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇടിയത്തിൻ്റെ മാവെല്ലാം കുഴച്ചു. എന്നിട്ട് ഇടിയപ്പം അടുപ്പിലാക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇടിയപ്പം അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് കോക്കനട്ട് ഓയിലിട്ട ശേഷം കുറച്ച് കടുകും അതുപോലെ തന്നെ 2 പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും 2 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇട്ട് കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 വലിയ പൊട്ടറ്റോആണ് എടുത്തിട്ടുള്ളത്. 2 വലിയ പൊട്ടറ്റോയും അതുപോലെ തന്നെ 2 മീഡിയം സൈസിലുള്ള ഒണിയനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. കളറൊന്നും മാറാൻ പാടില്ല. അതിനുശേഷം ഞാനിപ്പോൾ 2ാം പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ 2ാം പാൽ ഒഴിച്ച് ഒരു 2 ഫിസിൽ കേൾക്കുന്നവരെ അടുപ്പിൽ വയ്ക്കാം. ആ സമയം കൊണ്ട് എൻ്റെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ഫിസിൽ കേട്ട ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഗീയും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെയ്യും കുറച്ച് ആഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഇതിലൊരു നട്ട്സും കൂടെ വറുത്തിടാവും. നല്ല ടേസ്റ്റാണ്. എൻ്റെ നട്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. അത് കഴിഞ്ഞിട്ട് ചൂടെല്ലാം ആറി ഗ്യാസ് ഓഫാക്കിയ ശേഷം ഞാൻ 1ാം പാലും ആഡ് ചെയ്യുന്നുണ്ട്. 1ാം പാലും ഇട്ടിട്ട് നന്നായിട്ട് കറി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് തന്നെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഇടിയപ്പവും പൊട്ടറ്റോ സ്റ്റൂവും. അപ്പോൾ നമുക്കിത് ചോദിച്ചു വെക്കാം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.